Hi friends, welcome to Veranda YouTube channel. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എടുക്കുന്ന എന്താണെന്നും മുന്നേയുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിനകത്ത് തന്നെ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻ പോയി അത് ആ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. കുറേ കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ PSC, SSC, ബാങ്ക് ഈ കാര്യങ്ങൾ ഈ 3 സെക്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നുള്ള എക്സ്പെർട്സ് നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ നോക്കുന്നതാണ് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കുക, നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. വിച്ച് വൺ അമംഗ് ദ ഫോളോയിങ് ഈസ് സോളിഡ് ലൂബ്രിക്കൻ്റ്. ഏതാണ് സോളിഡ് ലൂബ്രിക്കൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. പലർക്കും അറിയാമെന്നുള്ളതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാലും അറിഞ്ഞൂടാത്ത ആൾക്കാരും കാണും. 3-4 ഓപ്ഷൻ ഉണ്ട്, ഏതാണെന്ന് നോക്കുക. ആൻസർ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്ന തന്നെയാണ്. ഏതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ് അല്ലേ. ഗ്രാഫൈറ്റ് ആണ് സോളിഡ് ലൂബ്രിക്കൻറ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. സോളിഡ് ലൂബ്രിക്കൻ്റ് എന്താണ് സോളിഡ് ലൂബ്രിക്കൻ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ ഗ്രാഫൈറ്റ് എന്നുള്ള ഉത്തരത്തിലെത്തണമെങ്കിൽ ആദ്യം എന്താണ് സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന് അറിയണം. സോളിഡ് ലൂബ്രിക്കൻ്റ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ എന്തിനെ പറ്റി അറിഞ്ഞിരിക്കണം? ലൂബ്രിക്കൻ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലൂബ്രിക്കൻ്റ് എന്തായിരിക്കും? നമ്മുടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, 2 പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഫ്രിക്ഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 2 സർഫസുകളുണ്ട്. ഇവിടെ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ഫിഗർ ഹൈസ്കൂളിലൊക്കെ കാണുന്നതാണ്. അവിടെ ഹൈസ്കൂൾ മുതലേ നമ്മൾ ഫ്രിക്ഷനെ പറ്റി പഠിക്കുന്നതാണ്. ഇപ്പോൾ നോക്കുക, 2 സർഫസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു നമുക്ക് ഈ ഒരു രീതിയിൽ കാണുന്ന ഈ ഒരു ഡിപ്പും റേസുമായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇങ്ങനെ കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഒരാളെ മറ്റൊരാളുടെ മുകളിൽ കൂടെ നീങ്ങുന്ന സമയത്ത്, മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ താഴെ ഇരിക്കുന്ന ആൾ ഇയാളിലേക്ക് എന്ത് ചെയ്യും, ഒരു ഒപ്പോസിങ് ഫോഴ്സ്, ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഒരു ഒപ്പോസിങ് ഫോഴ്സിനാണ് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റുക, ഫ്രിക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റുക. ഓക്കെ അല്ലേ. എന്തൊരു ഒപ്പോസിങ് ഫോഴ്സ് കൊടുക്കും, ആ ഒപ്പോസിങ് ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റുക. ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നത്. ഈ ലൂബ്രിക്കൻറ്റിന് വരെ സോളിഡ് ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് ഒരുപാട് ചൂടാണെങ്കിൽ, നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണ രീതിയിലുള്ള ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സാധാരണ രീതിയിലുള്ള ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ, ഗ്രീസ്, അതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ. ആ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ആ സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ സോളിഡ് ലൂബ്രിക്കൻ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, സോളിഡ് ലൂബ്രിക്കൻ്റ് എന്താണെന്ന് പറഞ്ഞു. 2 സെക്ഷൻ ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. ഫ്രിക്ഷൻ 2 തരത്തിലുണ്ട്, കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. എന്നാൽ 2 തരത്തിലുള്ള ഫ്രിക്ഷൻ, ഒന്നെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഫ്രിക്ഷൻ, മറ്റൊന്ന് പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷൻ. എപ്പോഴും എന്തായിരിക്കും കൂടുതലെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ. ഇനി അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോങ്ങസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനുമാണ്. എന്നാലും നോക്കാം, നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതായിരിക്കും? നെർവ് സെല്ലാണ്. ഈ നെർവ് സെല്ലിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നെർവ് സെല്ലെന്നല്ലെങ്കിൽ നമ്മൾ എന്തെന്നും കൂടെ പറയും, ന്യൂറോൺ എന്നും കൂടെ പറയും അല്ലെ. നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ എന്നും കൂടെ പറയും. നെർവ് സെല്ലിൻ്റെ മറ്റൊരു പേരാണ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരു പോർഷൻ ആണെന്ന് പറഞ്ഞാൽ നെർവിനെ പറ്റി. നമ്മുടെ ശരീരത്തിനകത്ത് നെർവുണ്ട്. നെർവുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിനെ കാണുന്നു. നിങ്ങൾ തന്നെ എപ്പോഴും വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ കാണുന്നു എന്നുള്ള സെൻസ് നിങ്ങളെ ബ്രെയിനിൽ എത്തിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞാൽ നെർവ് എന്ന് പറഞ്ഞാൽ. ആ സെൻസിനെ കൊണ്ടുപോകുന്ന ഒരു മെസ്സേജ് അല്ലേ ബ്രെയിനിലേക്ക് എത്തുന്ന, ആ മെസ്സേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറയും. മെസ്സേജിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറയും. മെസ്സിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഈ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അറിയാം നമ്മളൊരു സാധനം കണ്ടു, അല്ലെങ്കിൽ നമുക്കൊരു ചൂടേൽക്കുമ്പോൾ ചൂടാണ് ഏറ്റത്, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് മധുരമാണോ ഉപ്പാണോ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഏത് വഴിയാണ്? നെർവ് വഴിയാണ്. നെർവ് വഴി പാസ് ചെയ്ത് വന്ന മെസ്സേജിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരുന്ന കാര്യം എന്താണ്, ന്യൂറോൺ എന്താണെന്ന് നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കണം. ന്യൂറോൺ സാധാരണ എല്ലായിടത്തും നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന ആളെ തന്നെയാണ്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ പലർക്കും നല്ല രീതിക്ക് ഓർമ്മ വരും എന്താണ് ന്യൂറോൺ എന്നുള്ളത്. ഓക്കെ അല്ലേ. ഈ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഫിഗർ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ കാണാതെ പഠിക്കുന്ന ഫിഗറാണ്. ഒന്നീ ഐൻ്റെ ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു ന്യൂറോണിൻ്റെ ഫിഗർ എന്തായാലും ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു ഫിഗറാണ് എന്തെന്ന് പറഞ്ഞാൽ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സെല്ലാണ്. സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് എത്ര മാത്രം ന്യൂറോൺ നമ്മുടെ ശരീരത്തിലുണ്ടോ അത്രയും ന്യൂറോൺ നമ്മളെ ഡെത്ത് ടൈമിലും കാണും. നമുക്ക് വേറെ ന്യൂറോൺ എഫക്റ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒന്നും വന്നിട്ടില്ല എന്നെങ്കിൽ.
അത്രയും തന്നെ കാണും. അതാണ് ആരെന്ന് പറഞ്ഞാൽ ഇതിന് റീപ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ ഡിവിഷൻ ഉണ്ടായി മാറാനുള്ള കഴിവ് ആർക്കില്ല, ന്യൂറോണിനില്ല. പക്ഷേ ആളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലാണെന്തെന്ന് പറഞ്ഞാൽ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സെല്ലിനകത്ത് ആരൊക്കെയാണെന്നാണ് ഈ 8 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതെന്താണ്, ഒരു സെല്ലെടുത്താൽ അതിന് എന്തായാലും ആര് കാണും, സെൻട്രലായിട്ട് സെല്ലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് കാണും, ന്യൂക്ലിയസ് കാണും. അടുത്ത ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും സൈറ്റോപ്ലാസം കാണും. അതെല്ലാ സെല്ലിലും ഉള്ള പ്രത്യേകത തന്നെയാണ്. ഇന്ന് എക്സ്ട്രാ ഉള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് നോക്കുന്നത്. എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ നിന്ന് ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ആദ്യം ഒരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ടല്ലോ, ഈ ഭാഗത്ത് ഒരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. ആ ബ്രാഞ്ചിനെ പറയുന്ന പേരെന്തായിരിക്കും? അതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ. ആദ്യം കാണപ്പെടുന്ന ഈ ബ്രാഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അടുത്ത അതിൽ നിന്ന് വീണ്ടും എക്സ്ട്രാ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നു. അതിനെന്തെന്ന് പറയുന്നു, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു. ആദ്യം ഫോം ചെയ്യുന്ന ബ്രാഞ്ചിനെ ഡെൻഡ്രോൺ എന്നും അടുത്ത ഫോം ചെയ്യുന്ന ബ്രാഞ്ചിനെ എന്തെന്ന് പറയുന്നു, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു. അടുത്ത ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ആ ഒരു മെയിൻ ഭാഗത്തു നിന്നൊരു ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പോകുന്നുണ്ട് അല്ലേ, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പോകുന്നുണ്ട്. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ എന്തെന്നായിരിക്കും പറയുന്നത്, ആക്സോൺ എന്നാണ് പറയുന്നത്. ആക്സോൺ എന്ന് പറയും. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ ആക്സോൺ എന്ന് പറയും. ഈ ആക്സോണിൻ്റെ എൻഡിലും ഇവിടെയും ബ്രാഞ്ചസ് ഫോം ചെയ്യും. ഈ ബ്രാഞ്ചസിനെ നേരത്തെ ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ഇവിടെ ആണെങ്കിൽ ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റ് എന്ന് പറയും അതിൻ്റെ ബ്രാഞ്ചസിനെ. ഈ ആക്സോണൈറ്റിൻ്റെ ബ്രാഞ്ചസ് പോയി എൻഡ് ആവുന്ന ചെറിയ ചെറിയ നോബ്സിലാണ്, ചെറിയ ചെറിയ നോബ് പോലുള്ള സ്ഥലത്താണ്. ആ നോബിനെയാണ് എന്തെന്ന് പറയുന്നത്, സിനാപ്റ്റിക് നോബ് എന്ന് പറയും. എന്തെന്ന് പറയും, സിനാപ്റ്റിക് നോബ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പലർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. ഒരു മെയിനായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ചുറ്റും സൈറ്റോപ്ലാസം, അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു ഭാഗത്തിനെ സെൽ ബോഡി എന്ന് പറയും. ആ സെൽ ബോഡിയിൽ നിന്ന് ഒരു ബ്രാഞ്ച് ആദ്യം എറൈസ് ചെയ്യുന്നു, അതിനെ ഡെൻഡ്രോൺ എന്നും അടുത്ത രണ്ടാമത് എറൈസ് ചെയ്യുന്ന ബ്രാഞ്ചിനെ ഡെൻഡ്രൈറ്റ് എന്നും പറയുന്നു. അവിടെ നിന്നൊരു ലോങ് ത്രെഡിലേക്ക് സ്ട്രക്ചർ പോകുന്നു, അതിനെ ആക്സോൺ. അതിൻ്റെ ബ്രാഞ്ചസിനെ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ എൻഡിലുള്ള നോബ്സിനെ എന്ത് നോബ്സ് എന്ന് പറയും, സിനാപ്റ്റിക് നോബ്സ് എന്ന് പറയും. ഇവിടെ ഫംഗ്ഷനാണ്. ഇതിനകത്തൂടെയാണ് നമ്മളെ സിഗ്നൽസ് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇമ്പൾസസ് പാസ് ചെയ്യുന്നത്, അല്ലെ ഈ പറഞ്ഞ ഇമ്പൾസസ് പാസ് ചെയ്യുന്നത് ഇതിനകത്തൂടെയാണ്. ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ടാണ് ആര് നിർമ്മിക്കുന്നത്, നെർവിനെ നിർമ്മിക്കുന്നത്. നെർവിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പോവുകയും അത് ഈ സിനാപ്റ്റിക് നോബിൽ വെച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കെമിക്കൽ സിഗ്നൽസായി മാറി അടുത്തൊരു നെർവ് സെല്ലിലേക്ക് അല്ലെങ്കിൽ ന്യൂറോണിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നു. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തൂടെ ജസ്റ്റ് സെക്കൻഡ്സും ഇല്ല, മില്ലി സെക്കൻഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഇത് ഈ സെൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തുന്നില്ലേ? അതുകൊണ്ട് ഇത് വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ആസിഡ് റെയിൻ ഡെസ്ട്രോയിങ് ദ വെജിറ്റേഷൻ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ്. എന്താണ് ആസിഡ് റെയിൻ? എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മൾ അടുത്തിടെയായിട്ട് നല്ല രീതിക്ക് അനുഭവിച്ച് വരുന്ന ഒരു പ്രശ്നം കൂടെയാണ് എന്തെന്ന് പറഞ്ഞാൽ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ. ആസിഡ് റെയിൻ വെജിറ്റേഷൻ ഡെസ്ട്രോയ് ചെയ്യുന്നു. അതിന് കാരണമാവുന്നത് ആസിഡ് റെയിനിൽ എന്താണ് അതിന് കാരണമാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്താണ് പല ആൾക്കാരും. സൾഫ്യൂരിക് ആസിഡ് ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ആസിഡ് റെയിൻ എന്താണെന്ന് അറിയാം. നമ്മൾ മഴ പെയ്യുന്നു, അതിനോടൊപ്പം കുറച്ച് കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. ആ കെമിക്കൽ കണ്ടന്റ് കാസസ്, അതെങ്ങനെയാണ് ആ കെമിക്കൽ കണ്ടന്റ് അതിൽ വരുന്നത്, മെയിനായിട്ട് ഏതൊക്കെ കെമിക്കലാണ് അതിന് കാരണമാവുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതാണ് വെജിറ്റേഷൻ ഡെസ്ട്രോയ് ചെയ്യുന്നതെന്ന് ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ കാരണങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആസിഡ് റെയിൻ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ്? ആസിഡ് റെയിൻ റിസൾട്ട്സ് വെൻ സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ് അല്ലേ. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും എവിടെ അറ്റ്മോസ്ഫിയറിൽ എമിറ്റ് ചെയ്യുന്ന സമയത്താണ്, എമിറ്റ് ചെയ്യുന്നതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. എമിറ്റ് ചെയ്യുന്ന സമയത്തൊന്നല്ല, എമിറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ. ആരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡും. ഈ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും കൂടെ അറ്റ്മോസ്ഫിയറിൽ വരും. അറ്റ്മോസ്ഫിയറിൽ ആൾറെഡി ആര് കാണും, വാട്ടറും അല്ലാത്ത കെമിക്കൽസും ഒക്കെ അറ്റ്മോസ്ഫിയറിൽ, വാട്ടർ, ഓക്സിജൻ, കെമിക്കൽസ് ഒക്കെ അല്ലാത്ത ചെറിയ ചെറിയ കെമിക്കൽസ് ഒക്കെ ആൾറെഡി നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് കാണും. അപ്പോൾ ഈ വരുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഈ വാട്ടറിൻ്റെ കൂടെയൊക്കെ റിയാക്ട് ചെയ്ത് ഇവരാരായിട്ട് മാറുന്നു, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ആയിട്ട് മാറും. ആരായിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ആയിട്ട് മാറും അല്ലേ. സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ആയിട്ട് മാറി. ഇതാണ് മഴയുടെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, താഴത്തേക്ക് വരുന്നത്. അത് വളരെ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. മെയിൻ കാരണം എന്താണ് ആസിഡ് റെയിൻ വരാൻ? ഗ്ലോബൽ വാർമിംഗ് തന്നെയാണല്ലേ. ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളുടെ ഉപയോഗം കൂടുതൽ. ഈ വണ്ടികളുടെ ഉപയോഗം, ഫാക്ടറീസിൻ്റെ ഉണ്ടാവുന്ന ഫാക്ടറീസ്, ഒരുപാട് ഫാക്ടറീസ് അടുത്ത കാലങ്ങളിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കാരണം തന്നെയാണ്. ഫാക്ടറീസിൽ നിന്ന് എല്ലാ ഫാക്ടറീസും അല്ല, ചില ഫാക്ടറീസ് എന്ത് ചെയ്യും, ഇതുപോലുള്ള നമ്മുടെ ഗ്യാസസ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രോ ഓക്സൈഡ് പോലുള്ള ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യും. വണ്ടി ഓടുന്ന സമയത്ത് അതിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന
കെമിക്കൽ കണ്ടൻറ്റിനകത്ത് എന്ത് കാണും? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ കാണും. അതും എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ ചേർന്ന് എന്ത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറും ബാക്കിയുള്ള ഓക്സിജൻ അത് വേറെ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ആരൊക്കെയാണ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇത് പറയാനുള്ള കാര്യം ഇനിയിപ്പോൾ ആ ഓപ്ഷനകത്ത് സൾഫ്യൂരിക് ആസിഡ് ഇല്ല, നൈട്രിക് ആസിഡ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഏതായിരുന്നു ഞാൻ ആൻസർ? നൈട്രിക് ആസിഡ് ആയിരുന്നു. ഇത് രണ്ടുമാണ് മെയിനായിട്ട് കാസ് ചെയ്യുന്നത്. നമ്മുടെ ആസിഡ് റെയിനകത്ത് മെയിനായിട്ട് കാണപ്പെടുന്ന കെമിക്കൽസ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഇവ രണ്ടും എന്ത് ചെയ്യും? നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അടുത്ത പോയിന്റായിട്ട് കൊടുക്കുന്നത്. എന്തെന്ന് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് എന്തായിട്ട് വരുന്നു? ഒരു റെയിനായിട്ട് വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അടുത്തത്. ഇത് മെയിൻ കാസ് ആവുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി. ചിറപ്റ്ററോഫിലി മീൻസ് എന്താണ്? ചിറപ്റ്ററോഫിലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കേട്ടിട്ടുണ്ടാവും, വളരെ കൂടുതൽ കേൾക്കാൻ സാധ്യതയില്ല, കുറച്ചേ കേട്ടിട്ടുണ്ടാവുള്ളായിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്താണ്? പോളിനേഷൻ ബൈ ബാറ്റ്. ബാറ്റ് വഴിയുള്ള പോളിനേഷനാണ് എന്തെന്ന് പറയുന്നത്? ചിറപ്റ്റോഫിലി എന്ന് പറയുന്നത്. ബാറ്റിൻ്റെ പോളിനേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പോളിനേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഫിഗർ വെച്ച് കുറച്ചുകൂടെ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നു. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. പോളിനേഷൻ പറയുന്നതിന് മുമ്പേ ഫ്ലവർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫ്ലവർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ എന്താണ്? റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിനകത്ത് മെയിലുണ്ട്, ഫീമെയിലുണ്ട്. മെയിലിൻ്റെ പിസ്റ്റിലാണ് ഫീമെയിലിൻ്റെ പിസ്റ്റിലാണ്. മെയിൽ വരുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പോളിനേഷൻ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പോളിനേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് രീതിയിലുള്ള പോളിനേഷൻ? അതെല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. സെൽഫ് പോളിനേഷൻ അതുപോലെ തന്നെ ക്രോസ് പോളിനേഷനാണ് രണ്ട് രീതിയിലുള്ള പോളിനേഷൻ. അവിടെ ക്രോസ് പോളിനേഷൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലവറിനകത്ത് തന്നെ എന്ത് ചെയ്യും? ഈ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സൊക്കെ നടക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് തന്നെ അതിൻ്റെ എവിടെ വന്ന് വീണ്? സ്റ്റിഗ്മയിൽ വന്ന് വീണ് നേരെ ഓവിയുള്ളിൽ അല്ലെങ്കിൽ ഓവറിയിലേക്ക് എത്തുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഏതെങ്കിലും ഒരു ആളുടെ ആവശ്യമുണ്ട് അവിടെ. ഒന്നീ വിൻഡ്, അല്ലെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ ഇൻസെക്ട്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള ബാറ്റ് ആവാം, ബേഡ്സിന് കോമൺ ആയിട്ട് വേറൊരു പേരുണ്ട്. ബേഡ്സിന് പറയുന്ന പേര് ഓർണിത്തോഫിലി എന്നാണ്. അടുത്ത ഇൻസെക്ട്സിന് പറയുന്ന പേര്, ബേഡ്സിന് പറയുന്ന പേര് ഓർണിത്തോഫിലി. ഇൻസെക്ട്സ് ആണെങ്കിൽ എനിക്ക് ഡൗട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് പറയാം. ഇൻസെക്ട്സ് ആണെങ്കിൽ ഡൗട്ടുണ്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം, ഡൗട്ടുണ്ട്. ഓക്കെ. എന്തായാലും പോളിനേഷൻ എന്താണെന്ന് പറഞ്ഞു പോവുകയായിരുന്നു. പോളിനേഷൻ പറയാം. എന്ത് ചെയ്യുന്നു? ഒരു ഇൻസെക്റ്റ് ഒരു ഫ്ലവറിൽ വന്നിരിക്കുന്നു. മെയിലിൻ്റെ എന്താണ് പോളൻ ഗ്രെയിൻസ് അതിൻ്റെ ദേഹത്ത് ഒട്ടിപ്പിടിക്കുന്നു. ആ പോളൻ ഗ്രെയിൻസ് നേരെ അത് എന്തായാലും ഒരു ഇൻസെക്ട്സ് ഒരു ഫ്ലവറിൽ മാത്രമല്ലല്ലോ ഇരിക്കുള്ളൂ. അടുത്ത ഫ്ലവറിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻസ് അതിൻ്റെ ദേഹത്ത് ഒട്ടിപ്പിടിക്കുന്ന പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? നേരെ അടുത്ത ഫ്ലവറിലുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് വീഴുകയും അത് നേരെ സ്റ്റേമൻ വഴി അതിൻ്റെ ഓവറിലേക്ക് എത്തി അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യുന്നു. രണ്ട് രീതിയിലുള്ള ഫെർട്ടിലൈസേഷനാണ് പോളിനേഷനാണ് സെൽഫും ക്രോസും. ഓക്കെ അല്ലേ? ഇനി ഇൻസെക്ട്സ് വഴി നടക്കുന്ന പോളിനേഷന് എൻഡമോഫിലി എന്നാണ് പറയുന്നത്. രണ്ട് ബേർഡിൻ്റെത് ഓർണിത്തോഫിലിയും ഇൻസെക്ട്സ് വഴി നടക്കുന്നത് എൻഡമോഫിലിയുമാണ്. പിന്നെ സ്നെയിൽ വഴി നടക്കുന്നുണ്ട് മാലക്കോഫിലി. ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ഇതിൻ്റെ ആ ഒരു വേർഡ് മാത്രം തന്നിട്ട് ചോദിച്ച് കാണാറുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റെഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രാഫിക് സിഗ്നൽ ഫോർ സ്റ്റോപ്പിംഗ് ദ ട്രാഫിക് ബിക്കോസ്. റെഡ് ലൈറ്റ് ആണ് ട്രാഫിക് സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്? വേറെ കളേഴ്സിലുള്ള ലൈറ്റ് യൂസ് ചെയ്തുകൂടെ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തുകൊണ്ടാണ് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നതിനുള്ള കാരണമാണ് ചോദിക്കുന്നത്. 4 പോയിന്റ് തന്നിട്ടുണ്ട്. 4 പോയിന്റ് വായിച്ചു നോക്കുക. എന്താണ് ആൻസർ എന്ന് നിങ്ങൾ കണ്ടെത്തുക. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലീസ്റ്റ് സ്കാറ്റേർഡ് ആൻഡ് ഹെൻസ് ക്യാൻ ബി ഈസിലി നോട്ടീസ്ഡ് അല്ലേ. ലീസ്റ്റ് സ്കാറ്റേർഡ് എന്നൊരു വാക്കുണ്ട്. ലീസ്റ്റ് സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ചിന്നിച്ചെതറി പോവുക എന്ന് നമ്മൾ പറയത്തില്ല, അതിനാണ് സ്കാറ്റേർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലീസ്റ്റ് സ്കാറ്റേർഡ് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? നമ്മളെ വിബ്ജിയോർ എന്നുള്ള ആ ഒരു ഇതെടുത്താൽ, ഒരു വൈറ്റ് ലൈറ്റ് എടുത്താൽ അതിനകത്ത് വിബ്ജിയോർ ഉണ്ടല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ എല്ലാവരും നിരന്നിരിക്കുകയാണ്. ഇവരുടെ വേവ് ലെന്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേവ് ലെന്ത് ഉള്ളത് ആർക്കാണ്? റെഡ് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെന്ത് ഉള്ളത്. അപ്പം വേവ് ലെന്ത് കൂടുതലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യുന്നത് വളരെ കുറയും. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചിന്നിച്ചിതറി എല്ലാ ഭാഗത്തുമായിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൈ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നത്? സ്കൈ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
അവിടെ ബ്ലൂ ആയിട്ട് കാണാനുള്ള ആരെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിൻ്റെ വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 400 ഉള്ളൂ. അതേസമയം റെഡിൻ്റെ ആണെങ്കിൽ 700 ഉണ്ട്. അപ്പോൾ വേവ് ലെന്ത് വളരെ കുറവായതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഒരുപാട് സ്കാറ്റർ ചെയ്യുകയും അങ്ങനെ സ്കാറ്റർ ചെയ്ത് നമ്മൾ എന്ത് കളറിൽ കാണപ്പെടുന്നു? സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. അതേസമയം റെഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? അത്രത്തോളം സ്കാറ്റർ ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സ്കാറ്റർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരത്തുനിന്നായാലും റെഡ് ലൈറ്റ് എന്ത് ചെയ്യും? ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. നമ്മളെ കണ്ണിലേക്ക് എത്തും, ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് നമ്മളെ കണ്ണിലേക്ക് എത്തും അല്ലേ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ റെഡ് കളർ കാണുന്നു. അതിന് കാരണം തന്നെ എന്താണ്? റെഡ് ലൈറ്റ് ഒരുപാട് പാസ് ചെയ്ത് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നതുകൊണ്ടാണ്. അതിൻ്റെ വേവ് ലെന്താണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ. വേവ് ലെന്ത് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത്രയും ദൂരം പാസ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ PDF, ഇന്ന് പോയ നമ്മുടെ ക്ലാസ്സിൻ്റെ PDF എല്ലാം അതിൽ കിട്ടുന്നതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.